മാറുന്നില്ലേ പെണ്ണെ? അതിനുള്ള മടികൊണ്ടാ ഞാനിങ്ങനെ ഇരിക്കുന്നത്. പെട്ടെന്ന് മാറാനാ സൂര്യ സാറ് പറഞ്ഞു. അത് കൊള്ളാലോ. ഇത്രയും പെട്ടെന്ന് മാറാമെന്നാണ് ഏട്ടൻ കരുതി വെച്ചേക്കുന്നത്. നീ ആരാ? എന്റെ കൂട്ടുകാരിയാ. ഓ, അപ്പുറത്തെ വീട്ടിലെ വേലക്കാരിയാണല്ലേ? അല്ല, വേലക്കാരികൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടാവാറുണ്ടല്ലോ. ഇത് സൂര്യ സാറിന്റെ കൂട്ടുകാരന്റെ ഭാര്യ ആരതി. കൂട്ടുകാരന്റെ പേരെന്താ? വിവേക്. ആ ഫോട്ടോഷൂട്ടിന് വന്ന അയാളല്ലേ വിവേക്? ഭർത്താവ് ഫോട്ടോഷൂട്ടിന് വന്നു, ഭാര്യ എൻഗേജ്മെന്റിന് വന്നു. എന്താ ഭാര്യയുടെ ഉദ്ദേശം? ഐ മീൻ, എന്തെങ്കിലും സ്പെഷ്യൽ ഡ്യൂട്ടി പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ സൂര്യ സർ? ഈ കുടുംബത്തിലെ എല്ലാ ഫംഗ്ഷനിലും ഞങ്ങളുണ്ടാവും. ഇവരിവിടുത്തെ കുടുംബാംഗങ്ങൾ പോലെ തന്നെയാ. അതൊന്നും ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായല്ലോ. കുടുംബാംഗങ്ങളെ പോലെ തന്നെയാണെന്ന്. നിന്നെയൊക്കെ വിലയിരുത്താൻ ഒരുപാടൊന്നും സഞ്ചരിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളാ. സൂര്യയോട് സൗഹൃദമുള്ള ഒരു സാധാരണക്കാരൻ, സൂര്യയുടെ സമ്പത്തിലും സൗകര്യങ്ങളിലും അസൂയുള്ള ഒരു നോർമൽ കുടുംബം. സൂര്യയിൽ നിന്നും അർഹതയില്ലാത്ത പലതും പിടിച്ചു വാങ്ങിക്കും. അതേസമയം തന്നെ സൂര്യയുടെ കുടുംബം അസ്വസ്ഥമാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു മാന്യൻ. അതെ, ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾ ഈ വീട്ടിലെ ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ മാന്യത കൊണ്ടാ ഇത്രയും നേരം ഞാൻ ഒന്നും സംസാരിക്കാതിരുന്നത്. ഞങ്ങളും ഏട്ടനും തമ്മിലുള്ള ബന്ധത്തിനെ നിങ്ങൾ മാർക്കിടണ്ട. അത്രയ്ക്ക് വലിപ്പമൊന്നും നിങ്ങൾക്കുണ്ടെന്നേ എനിക്ക് തോന്നുന്നില്ല. ഓ, നിനക്ക് തോന്നില്ല, നിന്റെ ഭർത്താവിനും തോന്നില്ല. കാരണം കാലാകാലങ്ങളായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതേ സൂര്യക്ക് വേണ്ടി പത്മാന്റിയെ കുറ്റം പറയാന്നുള്ളതാ. വേറൊരർത്ഥത്തിൽ പറഞ്ഞ നിങ്ങൾ പിടിച്ചു നിൽക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ അതുകൊണ്ടാ. നിന്റെ ഭർത്താവിനെ കുറിച്ചും നിന്നെ കുറിച്ചും ഒക്കെ വിശദമായിട്ട് ഞാനിവിടെ ചോദിച്ചു. ഈ കുടുംബത്ത് സൂര്യക്കും ഇവക്കും അല്ലാതെ വേറെ ആർക്കെങ്കിലും ഇഷ്ടമാണോ നിങ്ങളെ? ഹരിത മാഡം, ആരതി ഒന്നും പറയരുത്. ചടങ്ങിന് ക്ഷണിച്ചിട്ട് വന്നവരാ. അല്ലെങ്കിൽ ഇവളോടൊക്കെ സംസാരിച്ചു നിൽക്കാൻ ഇവിടെ ആർക്കാ നേരം? കണ്ട് മനസ്സിലാക്കി വെച്ചത് എന്തായാലും നന്നായി. ഇനി വരുന്നത് ഇതെങ്കിലും രക്ഷപ്പെടാലോ. മാഡം ഒന്നും പറയണ്ട. അതെ, ഇതാരുടെ ഡ്രസ്സാ? ഇതാരുടെയാന്ന് ചോദിച്ചില്ലേ? എന്റേതാ. ഓ, സൂര്യൻ നിന്നെ ഞങ്ങളെ പോലെ ആക്കാൻ ശ്രമിക്കുവാണല്ലോ. ഇവിടെ എല്ലാരും വെല്ലുവിളിച്ചിട്ടുണ്ടല്ലോ നിന്നെ ഞങ്ങളുടെ മുകളിൽ എത്തിക്കുമെന്ന്. ഈ ഡ്രസ് ഇട്ടിട്ടാണോ നീ എൻഗേജ്മെന്റിന് വരുന്നേ? സൂര്യയുടെ പ്രശ്നം എന്താണെന്ന് അറിയോ? അബദ്ധത്തിൽ നിന്നെ പോലൊരുത്തിയുടെ കഴുത്തി താലി കെട്ടിപ്പോയി. ആ കെട്ടഴിച്ചാല് പത്മാന്റിയുടെ മുന്നിൽ തോറ്റുപോകും. അല്ലായിരുന്നെങ്കിൽ അവൻ എന്നെ നിന്നെ എടുത്ത് കളഞ്ഞേനെ. എന്നിട്ട് ആ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രഖ്യാപനങ്ങൾ അങ്ങ് നടത്തുന്നതാ. നിന്നെ അങ്ങ് മാലാഖെ പോലെ ആക്കുന്നു. മറ്റുള്ളവരുടെ മുകളിലെത്തിക്കും, ലോകം ഭരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ്. ആ, എന്തായാലും എടുത്തിട്. കോമാളിയാവാനുള്ള നിന്റെ അവസരം ഞാനായിട്ട് കളയുന്നില്ല. നമുക്കിനിയും കാണാം. എന്തായാലും കുറച്ച് നാളത്തേക്ക് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഇവളാരാടി? ഇവളെ എങ്ങനെ ഈ കുടുംബം സഹിക്കുന്നേ? ഏട്ടനെ ഇവളെ കൊല്ലാത്തതേ അത്ഭുതം. നീ ഇപ്പൊ സാറിനോടൊന്നും പറയരുത്. ഇന്നത്തെ ഫംഗ്ഷൻ പിന്നെ കാണില്ല.
ഇതൊക്കെയാ ഞാനിവിടെ സഹിക്കുന്നത്. ശരി, അവള് വന്നതും പോയതും ഒക്കെ വിട്ടിളങ്ങിക്ക്. നീ ഇത് മാറാൻ നോക്ക്. പത്മേ, വേദയുടെ കല്യാണം കഴിയുന്നതോടെ പത്മയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ തീരുമല്ലോ. ഇനി വല്ല ലോകയാത്രയും വല്ല പ്ലാൻ ചെയ്യുന്നുണ്ടോ രണ്ടുപേരും? മക്കളുടെ കല്യാണം കഴിയുന്നവരൊക്കെ ലോകയാത്ര എന്ന് പറഞ്ഞ് പുറപ്പെടുകയാണോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയാണ് ഉത്തരവാദിത്തം കൂടുതലുള്ളത്. മക്കളുടെയും പേരക്കുട്ടികളുടെയും കൂടെ ഞങ്ങളൊന്ന് സന്തോഷത്തോടെ ജീവിച്ചോട്ടെ. ജീവിച്ചോളൂ. അതിനെന്താ? പക്ഷേ പറ്റുകയാണെങ്കിൽ കൂട്ടത്തിൽ സൂര്യൻ കൂടി കൂട്ടിക്കോ. അല്ല, അവന്റെ കാര്യം ഇങ്ങനെ ആടി ഒലിഞ്ഞ് നിൽക്കുകയാണല്ലോ. കത്തടിക്കുകയാണെങ്കിൽ അതിൽ അവന്റെ പേര് കാണില്ല. ഫ്ലെക്സ് അടിച്ചു വെക്കേണ്ട അവസ്ഥയാണല്ലോ ചെറുക്കന്. ഞാനിപ്പോ വരെ. പത്മ, കേട്ടില്ലേ നിങ്ങള്? ഇതായിരുന്നു ആ ഫ്ലെക്സ് ഉണ്ടാവാൻ ഉദ്ദേശിച്ചത്. ഈ നിൽക്കുന്ന ആളുകൾ മുഴുവൻ അതെന്നെ ആയിരിക്കില്ലേ ചർച്ച ചെയ്യുക? അതൊക്കെ തന്റെ വെറും തോന്നലാടോ. ഏതോ ഒരാൾ അങ്ങനെ ചോദിച്ചു എന്ന് കരുതി എല്ലാവർക്കും അത് ചിന്തിക്കലാണോ പണി? നിങ്ങൾ വെറുതെ അവനെ ന്യായീകരിക്കാൻ ശ്രമിക്കല്ലേ? ശരി, അയാളുടെ ചോദ്യം എന്തായിരുന്നു? ഫ്ലെക്സിൽ അവന്റെ പേര് വെച്ചത് മാത്രമല്ല, കത്തിൽ അവന്റെ പേര് വെക്കാത്തതുമായിരുന്നില്ലേ? കത്തിൽ അവന്റെ പേര് വെക്കാത്തത് ആരാ? താനല്ലേ? അപ്പൊ ശരിക്കും ഈ ചോദ്യം ആരോടാ? മതി, നിങ്ങള് വെറുതെ മോനെ ന്യായീകരിക്കാൻ നോക്കല്ലേ. ആളുകൾ ഇവിടെ നിൽക്കുന്നൊന്നും ഞാൻ നോക്കില്ല. പത്മ, നമ്മൾ ക്ഷണിച്ചു വരുത്തിയതാ ഇത്രയും ആളുകളെ. അവരെ മാന്യമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. തൽക്കാലം ഇതിനെക്കുറിച്ചൊരു സംസാരം ഇനി വേണ്ട. രാത്രി ആവാറായി. വരാനുള്ളവരൊക്കെ ഏകദേശം വന്നിട്ടുമുണ്ട്. നമുക്ക് ചടങ്ങുകളുടെ കാര്യങ്ങളൊക്കെ നോക്കാം. വാ. നീ റെഡിയായി? ആടിപ്പൊളി. ഹലോ. ഉണ്ടാവുന്നു. ഓക്കെ. ആരതിയാ, നമ്മളൊരു റൂമിലേക്കല്ലേ?